മഹാരാഷ്ട്രയിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിലെ 288 മണ്ഡലങ്ങളിൽ ഈ മാസം 20-ന് ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. മഹായുതി സർക്കാരിന്റെ 2.5 വർഷത്തെ ഭരണത്തിൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ വളരെ സന്തുഷ്ടരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മേരാ ബൂത്ത് സബ്സെ മസ്ബൂത്തിന് കീഴിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള BJP പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. जो साधना आपने इतने महीनों तक की है, अब उसकी सिद्धि का समय है. अगले कुछ दिन बहुत महत्वपूर्ण होने वाले हैं. आप लोगों को घर घर जाकर लोगों तक भाजपा का महायुति का विजन पहुंचाना है. അടുത്ത 5 വർഷക്കാലവും ഇതേ സർക്കാർ അധികാരത്തിൽ വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അമരാവതിയിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തു. महाराष्ट्र के गरीब लोगों की जमीन 1 लाख करोड़ रुपए की जमीन अपने मित्र गौतम अदानी को देना चाहते थे, इसीलिए महाराष्ट्र की सरकार आपके हाथों से चोरी की गई है और ये पूरा महाराष्ट्र जानता है. पूरा महाराष्ट्र जानता है. आंखों के सामने करोड़ों रुपए देकर MLA खरीदकर आपकी सरकार आपसे छीनी गई, चोरी की गई. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഷെർദിയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ മുംബൈയിലെ ദഹിസറിൽ പൊതുയോഗത്തിൽ പങ്കെടുത്തു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഹാട്രിക് വിജയമാണ് മഹാരാഷ്ട്രയിൽ സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും തിരഞ്ഞെടുപ്പിൽ നിർണായക ഭൂരിപക്ഷം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു.